ഹലോ, അപ്പോൾ നമുക്ക് ഫോണിൽ എങ്ങനെയാണ് നമ്മുടെ മോക്ക് ടെസ്റ്റ് എഴുതാമെന്ന് നോക്കാം. നിങ്ങളോട് നേരത്തെ അറിയിച്ച പോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പിൽ ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് നിങ്ങൾ മൊബൈലിൽ ക്രോം ബ്രൗസറിൽ തന്നെ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ലോഗിൻ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും. അപ്പോൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്രോമിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് എത്തുക. എക്സാമിൻ്റെ പേരും സ്റ്റാർട്ട് എക്സാം എന്ന് പറയുന്ന ഒരു ബട്ടൺ അവിടെ ഉണ്ടാവും. അവിടെ നിങ്ങൾ സ്റ്റാർട്ട് എക്സാം എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യാം. ഓക്കെ, അത് നേരെ നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്ന ഒരു പേജിലേക്കാണ്. അവിടെ നിങ്ങളുടെ നെയിമും ഇമെയിലും അതുപോലെ തന്നെ ഫോൺ നമ്പറുമാണ് എൻ്റർ ചെയ്യേണ്ടത്. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സെയിം ഫോൺ നമ്പർ കൊടുക്കുക. ഓക്കെ, അത് മൂന്നും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് എക്സാം എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് എന്ത് വരും, ഇൻസ്ട്രക്ഷൻസ് വായിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. എക്സാമിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് വായിക്കാം. അത് ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൻ്റെ ഏറ്റവും താഴെ ഐ ആം റെഡി ടു ബിഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മൾ പോകുന്നത് എക്സാമിലേക്കാണ്. അങ്ങനെ വൺസ് ഫെച്ചിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ലോഡായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ബാക്ക് പ്രസ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മുടെ ഫോണിലെ ബ്രൗസറിലെ ബാക്ക് ഓപ്ഷൻ ഒരിക്കലും പ്രസ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാനോ പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് വരാനോ ബാക്ക് ഓപ്ഷൻ പ്രസ് ചെയ്യരുത്. ഞാൻ വീണ്ടും പറയുകയാണ്. അതുപോലെ തന്നെ ആപ്പ് മിനിമൈസ് ചെയ്യരുത്. വേറെ നോട്ടിഫിക്കേഷൻസ് വന്ന് അതിലേക്കൊന്നും പോകാൻ വേണ്ടി പോകരുത്. ഡു നോട്ട് ഡിസ്റ്റർബ് ഓൺ ചെയ്തിട്ട് തന്നെ എക്സാം എഴുതാൻ ശ്രമിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഡിഫറെൻറ്റ് സെക്ഷൻസ് കാണാം. അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ജെൻറ്റിലായിട്ട് ഹാൻഡിൽ ചെയ്യാം. നമ്മൾ വെറുതെ ഒരുപാട് സ്വൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തിട്ട് ഇത് ക്ലോസ് ആയി പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. 6 സെക്ഷൻസ് ആയിട്ടാണ് നിങ്ങളുടെ എക്സാം ഉണ്ടാവുക. നിങ്ങൾക്കറിയാം, ഫിസിക്സ് MCQ ന്യൂമറിക്കൽ ഉണ്ടാകും, കെമിസ്ട്രിയിലും MCQ ന്യൂമറിക്കൽ, മാത്തമാറ്റിക്സിലും അതെ. ടോട്ടൽ ടൈം 180 മിനിറ്റ് ആണ്. ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് ടൈമർ റെഡ്യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റും. കൗണ്ട് ഡൗൺ ടൈമർ അവിടെ കാണാൻ പറ്റും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് MCQയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. ഫിസിക്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് ഓപ്ഷൻ A ചൂസ് ചെയ്യാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 4 ഓപ്ഷൻസ് ഉണ്ട്. സേവ് ആൻഡ് നെക്സ്റ്റ്. സേവ് ആൻഡ് നെക്സ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ആൻസർ ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ പിന്നെ അതിലേക്ക് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, നിങ്ങളത് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു. പക്ഷേ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ പിന്നീട് ഒന്നും കൂടെ ചെക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതാണെന്നുണ്ടെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് പക്ഷേ നിങ്ങൾക്കത് പിന്നീട് ചെയ്ത് നോക്കണം. കുറച്ച് ലെങ്തി ചോദ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒന്നും സെലക്ട് ചെയ്യാതെ തന്നെ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളത് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അത് തെറ്റിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് റെസ്പോൺസ് ക്ലിയർ ചെയ്യാം. ഒന്നെങ്കിൽ ഓപ്ഷൻ മാറ്റാം, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ റെസ്പോൺസ് എന്ന് പറയുന്ന ഓപ്ഷൻ താഴെയുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ആ ഓപ്ഷൻ റിമൂവ് ആവുകയും ചെയ്യും. ഇങ്ങനെ നമുക്ക് 1 by 1 ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് കടന്നു പോകാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് മുകളിൽ തന്നെയുള്ള രണ്ടാമത്തെ ഓപ്ഷൻ സബ്മിറ്റ് എക്സാം, അത് ഏറ്റവും ലാസ്റ്റേ കൊടുക്കാൻ പാടുള്ളൂ. ടെൻഷൻ അടിച്ച് തെറ്റിയിട്ട് എന്ത് ചെയ്യരുത്, സബ്മിറ്റ് എക്സാം ഒന്നും കൊടുത്തേക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൊബൈലിൽ തന്നെ ഒരു NTA ഫോർമാറ്റിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. ഇനി നമ്മൾ നേരത്തെ തന്നെ മാർക്ക് ഫോർ റിവ്യൂ നെക്സ്റ്റ് ഒക്കെ കൊടുത്തല്ലോ. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മുകളിൽ 3 ലൈൻസ് നിങ്ങൾക്ക് കാണാം. എക്സാം നെയിമിൻ്റെ ലെഫ്റ്റ് ടോപ്പിലായിട്ട് നമുക്ക് 3 ലൈൻസ് ഓപ്ഷൻസ് കാണാം. അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ നമ്പർ ലേ ഔട്ട് കാണാൻ പറ്റും. ഏതൊക്കെ ക്വസ്റ്റ്യനാണ് നിങ്ങൾ ആൻസർ ചെയ്തത്, ഏതൊക്കെ ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് തെറ്റിയത് എന്നുള്ളതെല്ലാം അവിടെ കാണാൻ പറ്റും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ആ ഓപ്ഷൻസ് തന്നെ ടച്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളിപ്പോൾ ഉള്ളത് ലെറ്റ്സ് സേ 11ാമത്തെ 14ാമത്തെ ചോദ്യത്തിലാണ്. നിങ്ങൾക്ക് 1ാമത്തെ ചോദ്യത്തിലേക്ക് തിരിച്ചു പോകാൻ നിങ്ങൾ ചെയ്യേണ്ടത് ബാക്ക് അടിക്കലല്ല. ഓക്കെ, ഈ മുകളിലുള്ള ഓപ്ഷൻസ് എടുത്തിട്ട് അതിൽ നമ്പർ 1 ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകേണ്ടത്. അതല്ലാതെ നമ്മൾ ഫോണിലെ ആപ്പും ബ്രൗസറൊക്കെ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ബാക്കും ഫോർവേഡുള്ള നാവിഗേഷൻ സ്വൈപ്പുകളല്ല ഉപയോഗിക്കേണ്ടത്. അങ്ങനെ MCQ കഴിഞ്ഞാൽ നിങ്ങൾ ന്യൂമറിക്കലിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾക്ക് നമ്പർ എൻ്റർ ചെയ്യാം. ഒന്നുകിൽ കീബോർഡ് വഴി എൻ്റർ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി ഒരു നമ്പർ പാഡ് അവിടെ അവൈലബിൾ ആണ്. അതിൽ നമ്പർ സെലക്ട് ചെയ്തുകൊണ്ട് ഏതാണോ ആൻസർ, 86 ആണെന്നുണ്ടെങ്കിൽ 89 ആണെങ്കിൽ 89 സെലക്ട് ചെയ്യുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് പോകേണ്ടത്. പിന്നെ കെമിസ്ട്രിയിലേക്ക് വരാം, ഫിസിക്സിലേക്ക് വരാം, മാത്തിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടൈമാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ 3 സബ്ജക്റ്റിനും കൃത്യമായിട്ട് സമയം കിട്ടുന്ന ഉറപ്പ് വരുത്തിയിട്ട് വേണം എക്സാം എഴുതാൻ. അറിയാതെ ഒരു സബ്ജക്റ്റിൽ തന്നെ 1 മണിക്കൂറിൽ കൂടുതൽ ആദ്യമേ ഇരുന്ന് പിന്നെ അതൊരു അനാവശ്യമായിട്ടുള്ള പാനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യരുത്, മുതിരരുത്. ഓക്കെ, അത്രയുമാണ് പറയാനുള്ളത്. വേറെ ഒന്നും നിങ്ങളിതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രോപ്പറായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ്, നോട്ടിഫിക്കേഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ബാക്ക് ഫ്രണ്ടിലേക്ക് ഒന്നും വെറുതെ പോകരുത്. ക്വസ്റ്റ്യൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നാവിഗേറ്റ് ചെയ്യാൻ ഈ മുകളിലുള്ള ഓപ്ഷൻസ് യൂസ് ചെയ്യുക. ഇനി സെക്ഷൻസ് സ്വിച്ച് ചെയ്യാൻ ഇതാ മുകളിൽ കാണുന്ന പോലെ സെക്ഷൻസ് സ്വിച്ച് ചെയ്യുക. ഇങ്ങനെ 3 മണിക്കൂർ വേറെ ഒന്നും ചിന്തിക്കാതെ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ഈ എക്സാം എഴുതുക. അതിൻ്റെ ഏറ്റവും അവസാനമാണ് സബ്മിറ്റ് എക്സാം കൊടുക്കേണ്ടത്. സബ്മിറ്റ് എക്സാമിൻ്റെ ബട്ടൺ ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നോട് ചോദിക്കും, ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കും, ഡു യു വാണ്ട് ടു എൻഡ് ദി എക്സാം. അപ്പോൾ അത് നിങ്ങൾ 100% ഷുവർ ആണെന്നുണ്ടെങ്കിൽ എക്സാം എൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫൈനൽ പേജിലേക്ക് പോകും. ബാക്കി റിസൾട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് അറിയിക്കുകയാണ് ചെയ്യാം. ലാസ്റ്റായിട്ട് പറയാനുള്ളത്, ഈ ഒരു UI നിങ്ങൾക്ക് ഫോണിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു സാമ്പിൾ ലിങ്ക്
നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലെന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം തന്നെ കയറിയിട്ട് ഈ UI ഒന്ന് പരിചയപ്പെടുക. ഞാൻ പറഞ്ഞ പോലത്തെ എല്ലാ ഓപ്ഷൻസും ഒന്ന് കണ്ട് പരിചയപ്പെട്ടതിന് ശേഷം നാളത്തെ ആക്ച്വൽ എക്സാം നിങ്ങൾ 18-ന് നടക്കുന്ന ആക്ച്വൽ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ജനുവരി 18 ശനിയാഴ്ചയാണ്. രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് നമ്മുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. രജിസ്ട്രേഷൻ ലിങ്ക് ഞാൻ കമൻറ്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഇട്ടേക്കാം. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം.